വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് കേരളം. ആ കേരളത്തിന് മറ്റൊരു ഷോക്ക് കൂടി വരുന്നു. KSEBയുടെ സംഭാവനയാണ് ആ ഷോക്ക്. അടുത്ത 3 വർഷത്തേക്ക് വീണ്ടും നിരക്ക് കൂട്ടണമെന്ന ആവശ്യവുമായി ബോർഡ് റെഗുലേറ്ററി കമ്മീഷന് അപേക്ഷ നൽകി. 2024-25 വർഷം യൂണിറ്റിന് ശരാശരി 35 പൈസ കൂട്ടണമെന്നതാണ് ബോർഡിന്റെ ആവശ്യം. ഉപയോഗം കൂടുന്ന ജനുവരി മുതൽ മെയ് വരെ സാധാരണ നിരക്കിന് പുറമെ യൂണിറ്റിന് 10 പൈസ അധികം വേണമെന്നതുൾപ്പെടെയാണ് ഈ നിരക്ക്. 2024-25 811.20 കോടി രൂപയുടെ നിരക്ക് വർധന അനുവദിക്കണമെന്നും അപേക്ഷയിലുണ്ട്. 2024-25 811.20 കോടി രൂപയുടെ നിരക്ക് വർദ്ധിപ്പിക്കണം എന്നതാണ് ആവശ്യത്തിലെ മറ്റൊരു കാര്യം. 2025-26 അധികം വേണ്ടത് 549.10 കോടി രൂപ. 2026-27 53.28 കോടി രൂപ അധികം കണ്ടെത്തണം. മാസം 50 യൂണിറ്റിനുള്ളിൽ ഉപയോഗിക്കുന്നവർക്ക് വേനൽക്കാലത്ത് നിരക്ക് ബാധകമല്ല. മാസം 250 യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്ന വീട്ടുകാർ ടൈം ഓഫ് ദ ഡേ താരിഫിലേക്ക് മാറണം. വൈകിട്ട് 6 മുതൽ രാവിലെ 6 വരെ ഇവർക്ക് 10% ഇളവ് അനുവദിക്കും. വൈകുന്നേരം 6 മുതൽ രാത്രി 11 വരെ 5% വർധനവ് വേണം. 11 ശേഷം 10% കൂട്ടണം. 250 യൂണിറ്റിൽ കൂടിയാൽ വൈകുന്നേരം 25% അധികം നൽകണമെന്നും ബോർഡ് ശുപാർശ നൽകിയിട്ടുണ്ട്. മാസം 250 യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്ന വീട്ടുകാർക്കും ചെറുകിട വ്യവസായികൾക്കും പകലും രാത്രിയും വെവ്വേറെ നിരക്ക് നടപ്പാക്കണം. ഈ വർഷം ജൂലൈ 1 മുതൽ 2027 മാർച്ച് 31 വരെ എല്ലാ വർഷവും നിരക്ക് കൂട്ടണം. എല്ലാ സോളാർ വൈദ്യുതി ഉൽപാദകരും ടൈം ഓഫ് ദ ഡേ മീറ്റർ ഏർപ്പെടുത്തണം. പകൽ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ 80% രാത്രിയിൽ തിരിച്ചു നൽകേണ്ടതുള്ളൂ. കഴിഞ്ഞ വർഷം നവംബറിലാണ് യൂണിറ്റിന് ശരാശരി 20 പൈസ വർദ്ധിപ്പിച്ചത്. അതിനിടയിലാണ് KSEB വീണ്ടും നിരക്ക് വർധന ആവശ്യപ്പെട്ട് റെഗുലേറ്ററി കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത്. വൈദ്യുതി ഉപയോഗം കൂടുതലുള്ള 4 മണിക്കൂർ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കുന്ന വൻ അവസരം നഷ്ടപ്പെടുത്തിയ KSEB ആണ് നിരക്ക് വർധനവ് എന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. പുനരുപയോഗിക്കാവുന്ന സ്രോതസ്സുകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന 1500 മെഗാവാട്ട് യൂണിറ്റിന് 4 രൂപ 46 പൈസയ്ക്ക് ലഭ്യമാക്കാമെന്നും ആവശ്യകത ഉടൻ അറിയിക്കണമെന്നും നിർദ്ദേശിച്ച് സത്ലജ് ജൽ വിദ്യുത് നിഗം ലിമിറ്റഡ് നൽകിയ കത്തിന് KSEB മറുപടി നൽകിയത് 4 മാസം കഴിഞ്ഞാണ്. 2023 നവംബർ 24 ലഭിച്ച കത്തിന് മറുപടി 2024 മാർച്ചിലാണ് നൽകിയത്. ഈ മറുപടി ലഭിക്കുന്നതിന് മുമ്പ് തന്നെ 1500 മെഗാവാട്ടിനും കരാറായെന്ന് SJVN ജൂൺ 10 KSEBയെ അറിയിച്ചു. ആദ്യമേ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ മുഴുവൻ വൈദ്യുതിയും KSEBക്ക് തന്നെ ലഭിക്കുമായിരുന്നുവെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. 4 മാസം വൈകിയുള്ള കത്തിലും 25 വർഷത്തേക്ക് ഈ നിരക്കിൽ 166.66 മെഗാവാട്ട് മാത്രമാണ് KSEB ആവശ്യപ്പെട്ടതെന്നതും വിചിത്രമാണ്. കുറഞ്ഞ നിരക്കിൽ ദീർഘകാലത്തേക്ക് വൈദ്യുതി ലഭ്യമാക്കാനുള്ള 4 കരാറുകൾ ടെൻഡറിലെ വീഴ്ച മൂലം വൈദ്യുതി അപ്പലേറ്റ് ട്രിബ്യൂണൽ റദ്ദാക്കിയതിനു പിന്നാലെയാണ് ഈ ഗുരുതര വീഴ്ച. കേരളം ഉപേക്ഷിച്ച വൈദ്യുതി മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കമ്പനി, നോയിഡ പവർ കമ്പനി, ഹരിയാന പവർ പർച്ചേസ് സെന്റർ എന്നിവയാണ് സ്വന്തമാക്കിയത്. അതേസമയം കത്തിന് മറുപടി നൽകാൻ 4 മാസം വൈകി വാഗ്ദാനം നഷ്ടപ്പെടുത്തിയത് ഗുരുതര വീഴ്ചയെന്നാണ് റെഗുലേറ്ററി കമ്മീഷന്റെ കണ്ടെത്തൽ. ഈ ഭാരം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കരുതെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. പ്രതിസന്ധി ഉണ്ടായിട്ടും 166.66 മെഗാവാട്ട് മാത്രം ആവശ്യപ്പെട്ടതിന്റെ കാരണം സ്വീകാര്യമല്ല. സമീപകാലത്ത് വൈദ്യുതി വാങ്ങലുമായി ബന്ധപ്പെട്ട ടെൻഡറുകളിൽ KSEB സ്വീകരിച്ച നടപടി ഒരാഴ്ചയ്ക്കുള്ളിൽ കമ്മീഷനെ അറിയിക്കണം. റിന്യൂവബിൾ എനർജി ഇംപ്ലിമെന്റിംഗ് ഏജൻസികളുടെ കരാറുകളുടെ സാധ്യത പരിശോധിച്ച് ഉടൻ നടപടിയെടുക്കാൻ സ്ഥിരം സംവിധാനം വേണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു.